അതുകൊണ്ട് തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബോന്ത ചോദിക്കുകയാണ് എന്താ കണ്ണാടി മാത്രം മേടിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ് അത് ഞാൻ മറന്നുപോയി, എന്തായാലും നാളെ മേടിച്ചിട്ട് വരാമെന്ന് പറയാണ് അവളോട്. അതിനുശേഷം അവനൊരു കുടുക്കയിൽ അന്ന് കിട്ടിയ പൈസയുടെ ബാക്കി ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇത് ബോന്തയുടെ ഫീസ് അടക്കാനുള്ള കാശിൻ്റെ ഒരു പകുതി പോലും ആയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ എന്തായാലും അവളെ ഫീസ് അടക്കാറായി, അപ്പോഴത്തേക്കും കാശൊക്കെ സെറ്റാക്കണം എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ബോന്ത ഒന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ഇനി പത്തി ബാബു ഇവിടെ വന്നേക്കല്ല, അപ്പം ഇനി ആളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് എന്താ പ്രണയം തോന്നുന്നുണ്ടോ എന്ന് എൻ്റെ മുഖം ചോത്താൽ മനസ്സിലാവും എന്നല്ല അവർ പറഞ്ഞു. അപ്പോൾ അതേപോലെ എൻ്റെ മുഖം ചോക്കുണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ജനല വഴി അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ ചോദിക്കാൻ ബോന്ത നീ എന്തപ്പോൾ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ് അല്ല എൻ്റെ മുഖം ചോത്തിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ നിൻ്റെ മുഖമൊന്നും ചോത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് കിടക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ബോന്ത പറയുന്നുണ്ട് ഓ എൻ്റെ മുഖം ചോത്തിട്ടില്ല അല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ചോപ്പിക്ക് വേണം എന്നാലല്ലേ ഇപ്പോൾ പത്തിബാബുവിനോട് എനിക്ക് പ്രണയം ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അവൾ. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം ബോന്തിത കുടം ആയിട്ട് പോവാണ് കിണറിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് അനിരുദ്ധ വരികയാണ്. അനിരുദ്ധ വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് കുടം മേടിച്ചിട്ട് പറയാണ് നമ്മൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ജോലി ചെയ്യേണ്ടത്, ഭാര്യയും ഭർത്താവും കൂടി ചെയ്യുക. അപ്പം ഞാൻ പോയിട്ട് വെള്ളം കൊണ്ടുവരാം, നീ ഇവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് അവളോട് പറയാണ്. എന്നിട്ട് ആ കൊടയിട്ട് അവൻ ആ സ്ത്രീകൾ നിൽക്കുന്ന കിണറിന് ആ വരിയിൽ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ബോന്തയ്ക്ക് എന്തായാലും നല്ല ഭർത്താവിനെ എന്നെ കിട്ടിയിരിക്കണമെന്നൊക്കെ അവർ സ്ത്രീകൾ തമ്മിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ബോന്തിത്തയ്ക്കാണെങ്കിൽ ആകെ ഇതായിട്ട് നിൽക്കാവും. ഇനിയിപ്പോൾ അവളുടെ മുഖത്ത് ചോപ്പില്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ചോക്കുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആരോടൊപ്പം ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ അവിടെ നിൽക്കുമ്പോഴാവും ജനല വഴി നോക്കുമ്പോഴാവും അവിടുത്തെ ഒരു സ്ത്രീ നടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ആളെ വിളിക്കുന്നുണ്ട്, കാക്കി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചിട്ട് അവൾ അവൾക്ക് ഓടാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അവിടെയുള്ള സിന്ദൂരച്ചെപ്പ് അവൾ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ ആ സിന്ദൂരം അങ്ങനെ അതിൽ കോരി എടുത്ത് വെക്കുന്ന ആ സമയത്ത് അവളുടെ കൈ മുഖത്തൊക്കെ തേക്കുന്നുണ്ട്. അപ്പോൾ മുഖമൊക്കെ ചോന്നിട്ട് അത് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ അവൾ വീടിൻ്റെ പുറത്തേക്ക് പോവാണ്. ആ കാക്കീനെ അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് എൻ്റെ മുഖത്ത് ചോപ്പൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയാം ആ നിറയെ ചോപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ബോന്തയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ പത്തിബാബുവിനോട് എനിക്ക് പ്രണയം തോന്നി എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ അകത്തേക്ക് പോയിട്ട് അവൾ നല്ല തുള്ളി ചാടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ അനിരുദ്ധ വെള്ളം കോരിയിട്ട് നിറച്ച് കൊണ്ടുവരുന്ന ആ സമയത്താവും അവിടെയുള്ള ഒരാൾ വന്നിട്ട് പറയുന്നത് ഇന്ന് എന്തായാലും ജോലിക്ക് പോകണ്ട, അവിടെ ആകെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്നും പോകണ്ട, ഇപ്പോൾ കുറച്ച് നേരം ഭാര്യയുടെ അടുത്തിരുന്നിട്ട് കുറച്ച് നേരം പ്രണയിച്ചിട്ടൊക്കെ ഇരിക്കുമെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ പറയാണ് ബോന്തിത എൻ്റെ ഭാര്യയല്ല, ഞാൻ അവളെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല, അവൾ വെറും എൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ്, അവളെ പഠിപ്പിക്കുക എന്നുള്ളതും നല്ലൊരു നിലയിൽ എത്തിക്കുക എന്നുള്ളതും മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ അവനോട് ചോദിക്കുന്നുണ്ട് അല്ല ഈ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് അവളോട് ഇഷ്ടം കൊണ്ടുള്ളല്ലേ, പ്രണയം കൊണ്ടല്ലേ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് പറയാണ് അത് ഒരിക്കലും അല്ല, ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അതിനൊരു നിയന്ത്രണം ഉണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഇപ്പോൾ അവളൊരു ബാരിസ്റ്റർ ആക്കണമെന്ന്, അപ്പോൾ അത് നേടണ വരെ അതെനിക്കുള്ള അവളായിട്ടുള്ള ഉത്തരവാദിത്തം എനിക്ക് അപ്പോഴേ ഉള്ളൂ. പക്ഷേ നമ്മൾ പ്രണയം എന്ന് പറയുമ്പോൾ അതൊരു നിയന്ത്രണം ഇല്ലാത്തതല്ലേ, അതിനൊരു വേറെ അർത്ഥമൊക്കെ അല്ലേ ഉള്ളത് എന്നൊക്കെ അയാളോട് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ബോന്തനെ ഒരിക്കലും ഇനി ഭാര്യയായിട്ട് കാണില്ല, അവൾ ഒരു ഉത്തരവാദിത്തം എന്ന് മാത്രം പറഞ്ഞിട്ട് അവന് വീടിൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോഴാവും ബോന്തിത അവിടെ നിന്ന് വട്ടം ചുറ്റിയിട്ടൊക്കെ നിന്ന് കളിക്കുന്നുണ്ടാവും. അപ്പോൾ ബോന്തോട് അവൻ ചോദിക്കുകയാണ് നീ ഇപ്പം എന്തിനാ ഇങ്ങനെ വട്ടം ചുറ്റി കളിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവനോട് പറയുന്നുണ്ട് എൻ്റെ മുഖം ചോത്തിട്ടുണ്ടാന്ന് പറയുമ്പോൾ ആ നിൻ്റെ മുഖമൊക്കെ ചോത്തിട്ടുണ്ട്, നീ അത് മര്യാദക്ക് തുടക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് പോവാണ്. എന്നിട്ട് അവന് ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ബോന്ത പറയുന്നുണ്ട് ഞാനും കൂടി സഹായിക്കാം, നിങ്ങളല്ലേ പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഒപ്പം നിന്നിട്ട് എല്ലാ പണികളും ചെയ്യണം, അപ്പോഴേ വേഗം കഴിയുള്ളൂ എന്നൊക്കെ അങ്ങനെ എന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ, അപ്പോൾ അതേപോലെ ഞാൻ സഹായിക്കാന്നൊക്കെ പറയുമ്പോൾ അവൻ പഠിച്ചോളാൻ വേണ്ടി പറയുന്നുണ്ട് അവളോട്. പക്ഷെ അത് അവൾ സമ്മതിക്കുന്നില്ല, അവൾ അവൻ്റെ ഒപ്പം സഹായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ കറി വെക്കാൻ നോക്കുന്ന സമയത്ത് ബോന്ത ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അവൾ മാവൊക്കെ കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവൾ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അനിരുദ്ധിനോട് പ്രണയം തോന്നുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൾ നെഞ്ചത്തൊക്കെ കൈവച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആകെ മാവാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ബോന്ത നീ എന്തായി കാണിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയത്, ഇന്നലെ തൊട്ട് തുടങ്ങിയതാണല്ലോ നീ ഇങ്ങനെ ഒരുമാതിരി പെരുമാറ്റമൊക്കെ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവന് കാര്യമാക്കാതെ അവൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ചപ്പാത്തിയൊക്കെ പരത്തിയിട്ട് അതുമ്മ ഓട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നോക്കുന്നുണ്ട് അവന്.
പിന്നെ കാണിക്കുന്നത് സമ്പൂർണ്ണ അവരുടെ റൂമൊക്കെ, അതായത് അനിരുദ്ധിൻ്റെ റൂമൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് അവൾക്ക് വരാൻ വേണ്ടിയിട്ടും അവിടെ ബിനോയ്ക്കും അവൾക്കും കൂടി താമസിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ മാറ്റിയായിരുന്നു അവൻ്റെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ സമയത്ത് ബിനോയ് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ബിനോയോട് പറയാണ് ഇവിടെ എന്തായാലും ഇനി നമുക്ക് താമസിക്കാം എന്ന് പറയുമ്പോൾ ബിനോയ് പറയാണ് അതൊരിക്കലും വേണ്ട, അവൻ ഇവിടെ ഇല്ലെങ്കിലും ഈ റൂമിലേക്ക് വരുമ്പോൾ അവൻ്റെ ഒരു ഓർമ്മ എനിക്ക് വരുന്നുണ്ട്, അപ്പോൾ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബിനോയ് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ ഒറ്റയ്ക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ തമ്മിലുള്ള ബന്ധം തകർക്കിന്നെ ചെയ്യും, ഈ അച്ഛനും മോനും തമ്മിലുള്ള ബന്ധം തകർക്കും, അനിരുദ്ധിനോട് ഒരു സ്നേഹവും ഇനി ബിനോയ്ക്ക് ഉണ്ടാവില്ല എന്നൊക്കെ അവൾ ഒറ്റയ്ക്ക് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഞാൻ എന്തായാലും ഇനി ആൾക്ക് വേറൊരു മോനെ കൊടുക്കുക ചെയ്യുന്നു, അതായത് ബിനോയും സമ്പൂർണ്ണയും തമ്മിലുള്ള അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടാവുക ചെയ്യും എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പിന്നെ ഗ്രാമത്തിൽ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോന്തിത്തയുടെ അടുത്തേക്കും കുറേ ആൾക്കാർ വാളൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ അവളാകെ പേടിച്ച് നിൽക്കുന്ന ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ത്രിലോചൻ വരികയാണ് രക്ഷയ്ക്കായിട്ട്. ത്രിലോചൻ അവരോട് പറയുന്നുണ്ട് റോയ് ചൗധരി ഫാമിലിത്തെ ഞങ്ങളുടെ മരുമോളാണ്, ഞങ്ങളെ മരുമോളെ തൊടാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ബോന്തിത്തയുടെ അടുത്തേക്ക് വരികയാണ്. ബോന്തിത്ത പറയുന്നുണ്ട് മാപ്പ്, എന്തായാലും എനിക്കിപ്പോൾ വീടിൻ്റെ അകത്തേക്ക് നിങ്ങളെ കയറ്റാൻ പറ്റില്ല, പുറത്തുനിന്ന് താക്കോലിട്ട് പൂട്ടിയിട്ടാണ് പത്തി ബാബു പോയേക്കുന്നതെന്നൊക്കെ ത്രിലോചനോട് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് അനിരുദ്ധ എന്തായാലും എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇവിടുന്ന് പോയേക്കുന്നത്, ആൾക്ക് നല്ല സ്നേഹമെന്നൊക്കെ ത്രിലോചനോട് പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ പറയുകയാണെങ്കിൽ ഭക്ഷണം അനിരുദ്ധ എന്താ നീ പറയുമ്പോൾ അവൾ അതെടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ത്രിലോചൻ കഴിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് അത് വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പക്ഷെ ബോന്ത പറയുകയാണ് നല്ല രസമുള്ള ഭക്ഷണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ത്രിലോചന് മനസ്സിലാവണം ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് പോകുന്നതെന്നൊക്കെ ത്രിലോചൻ ഇങ്ങനെ ഒറ്റക്ക് നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത്ത ത്രിലോചന അനുഗ്രഹം എന്തായാലും കാലുമ്മ തൊട്ടിട്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ബിഹാരിയോട് ആ ഷൂ ഒന്ന് പൊക്കി കൊടുക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവൾ അതുമ്മ തൊട്ടിട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ട്. പിന്നെ ത്രിലോചന അവളെ തലയുമൊക്കെ തൊട്ടിട്ട് അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ പെണ്ണ് ഇരിക്കുന്നുണ്ടാവും. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഒരു ദേശത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു സ്ത്രീ, അപ്പോൾ ആ സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ടാവും. അനിരുദ്ധിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയത്താണ് അവിടേക്ക് ബ്രിട്ടീഷുകാർ വരുന്നത്. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഈ പെണ്ണിൻ്റെ രേഖാചിത്രമായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ടതും അനിരുദ്ധിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നവർക്ക് ആ ബ്രിട്ടീഷുകാരുടെ വക പൈസ കൊടുക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ അനിരുദ്ധ അത്ര ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയത്ത് പോലും ആ പെണ്ണിനെ ഒറ്റി കൊടുക്കാതെ അറിയില്ല എന്ന് പറയാണ്. ആ ഫോട്ടോയിൽ കാണുന്ന പെണ്ണിനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ജോലി തന്നെ ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ പെണ്ണ് വിചാരിക്കുന്നുണ്ട് ഇവൻ എന്നെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്നൊക്കെ ആ പെണ്ണ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് അനിരുദ്ധിൻ്റെ തലയിലേക്ക് ഒരു കൊമ്പ് വീഴാൻ വേണ്ടി നിൽക്കുന്നത് ഈ പെണ്ണ് കാണുന്നത്. അപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നുണ്ടെങ്കിൽ അവൻ്റെ തലയ്ക്ക് ആ കൊമ്പ് വീഴുന്നുണ്ട്, തലയിൽ നിന്ന് രക്തമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണ് പോയിട്ട് അവളുടെ ഗ്ലൗസൊക്കെ കീറിയിട്ടാണ് അവന് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് എന്നെക്കുറിച്ച് അവരോട് പറയാഞ്ഞത്, നിനക്ക് അറിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ അവൻ പറയാണ് എനിക്ക് ദേശത്തിനോടുള്ള പ്രേമമാണ് ഏറ്റവും കൂടുതലുള്ളത്, എനിക്ക് ദേശത്തിന് വേണ്ടിയിട്ട് പോരാടാൻ നിന്നൊക്കെ ഞാൻ ഒറ്റ കൊടുത്താൽ അതൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉള്ളൊരു വലിയൊരു ബ്രിട്ടീഷുകാരൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഈ സമയത്ത് അവൾ അവിടുന്ന് മാറുകയാണ്. കാരണം അവളെ കണ്ടാൽ എന്തായാലും അവർ പിടിച്ചിട്ട് ജയിലിലിടും അല്ലെങ്കിൽ കൊല്ലുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവൾ മാറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബോന്ത ബുക്കൊക്കെ തുറന്നു വെച്ചിട്ട് അവൾ ഇരിക്കുന്നുണ്ടാവുക. ശരിക്കും അവൾ അനിരുദ്ധിനെ ആലോചിച്ചിട്ടിരിക്കാവും, പ്രണയത്തിനെ പറ്റി ആലോചിച്ചിട്ടിരിക്കാവും, അവളുടെ മുഖത്ത് ചുവപ്പ് വരുന്നതും പിന്നെ ഹാർട്ട് ബീറ്റ് കൂടുന്നതൊക്കെ ആലോചിച്ചിട്ട് ഇരിക്കാവും. അപ്പോൾ അനിരുദ്ധ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ തലയത്തെ കെട്ട് കണ്ടിട്ട് അവൾ ആകെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ചോദിക്കുന്നത് എന്ത് പറ്റിയതാണ് നിങ്ങളുടെ തലയ്ക്കെന്നൊക്കെ വയ്ക്കുമ്പോൾ അമ്മ ഇത് ചെറിയ മുറിയാണ്, ഇത് കെട്ടിയിട്ടില്ല, ഇതിപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോൾ എന്താ വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ആ ബുക്കിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവന് അവിടെ ഇരുന്നിട്ട് അവൾക്ക് ആ ബുക്കിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ബുക്കിൽ എന്താണെന്ന് വെച്ചാൽ പ്രണയത്തിനെ കുറിച്ചും അതിലുണ്ടാവുക. അപ്പോൾ അവനെ പ്രണയത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് പ്രണയം തോന്നുമ്പോൾ ആൾ മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക, നിറഞ്ഞു നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ ആദ്യ കാഴ്ചയിലൊക്കെ പ്രണയം തോന്നുന്നവരുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവൻ ആലോചിക്കുന്നത് ആ പെണ്ണിനെയാണ്, അതായത് നമ്മൾ ദേശത്തിന് വേണ്ടി പോരാടുന്ന ആ പെണ്ണിനെ. അപ്പോൾ ആ പെണ്ണിനെയാണ് അവൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം കണ്ടാൽ നമ്മൾ വിചാരിക്കും അനിരുദ്ധിന് അവളോട് ഇഷ്ടമാണെന്നൊക്കെ വിചാരിക്കും. പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നതാണ്. ബോന്തിത്ത അനിരുദ്ധിനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട്. അനിരുദ്ധാണെങ്കിൽ ആ പെണ്ണ് കെട്ടിക്കൊടുത്തിട്ടുള്ള ആ തലയിൽ കെട്ടിക്കൊടുത്ത തുണിയില്ലേ അതും നോക്കിയിട്ട് അവളെ ആലോചിച്ചിട്ട് കിടക്കുകയാണ്. പിന്നെ രാവിലെ കാണിക്കുകയാണ്. രാവിലെ അവരുടെ വീടിൻ്റെ മേൽക്കൂര പൊട്ടി വീഴുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ബോന്തയ്ക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള അവളെ ഫീസ് അടയ്ക്കാനുള്ള പൈസ ഒക്കെ പെടുകയാണ്. അപ്പോൾ അതൊക്കെ നാശമാവാണ്. അപ്പോൾ അവിടേക്ക് സമ്പൂർണ്ണ വരുന്നുണ്ട്. അവരെ അപമാനിച്ചിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്.
പിന്നെ അനിരുദ്ധ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് ആ പെണ്ണിനെ കാണുക. ആ പെണ്ണ് വന്നിട്ട് പറയാണ്, നിനക്ക് എന്തായാലും നിൻ്റെ ഭാര്യേനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസയുടെ ആവശ്യമില്ലേ, അപ്പോൾ എന്നെ നീ സഹായിച്ചാൽ എന്തായാലും നിനക്ക് പൈസ കിട്ടും. ഇനിയിപ്പോൾ ദേശത്തിന് വേണ്ടിയിട്ട് സ്പൈ വർക്കില്ലേ, അപ്പോൾ അത് അവളുടെ കൂടെ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം അവൾ ഒറ്റയ്ക്കാണ്, അവളുടെ കൂടെ ഉള്ളവരൊക്കെ ഇപ്പോൾ ജയിലിലാണ്. അപ്പോൾ അതുകൊണ്ട് അവൾക്കൊരു ആളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് അവനോട് ചെയ്യാൻ വേണ്ടി പറയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്. അവർ ബ്രിട്ടീഷുകാരൊക്കെ കണ്ടുപിടിച്ചാൽ ഒറ്റ വെടിക്ക് മരിക്കുക തന്നെ വേണം എന്നൊക്കെ അവനോട് പറയാണ്. എന്നിട്ട് അമ്പാനോട് പറയുന്നുണ്ട്, ഇപ്പോൾ നീ മരിച്ചു കഴിഞ്ഞാലും നിൻ്റെ ആ പൈസ ഞങ്ങൾ എന്തായാലും നീ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുക തന്നെ ചെയ്യുക, അതെൻ്റെ വാക്കാന്നൊക്കെ പറയുമ്പോൾ അവനതിന് ഓക്കെ പറയുന്നുണ്ട്, അവനതിന് ചെയ്യാന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അവളോട് പേര് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, ഞാൻ എന്തായാലും എൻ്റെ പേരൊന്നും നിനക്ക് പറഞ്ഞു തരില്ല, നിനക്ക് മാത്രമല്ല വേറെ ആർക്കും ഞാൻ പറഞ്ഞു കൊടുക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അവൻ അവളെ ആസാദി എക്സ്പ്രസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സീൻ അവിടെ കട്ടാവാണ്. പിന്നെ ബോന്തേനെ കാണിക്കുന്നുണ്ട്. ബോന്തയ്ക്ക് ആ പെൺകുട്ടികൾ പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നീ നിൻ്റെ പ്രണയം നിൻ്റെ പതിബാബുവിനോട് പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നിനക്ക് പ്രണയം ഉണ്ടെന്ന് ആൾ മനസ്സിലാക്കണം നിൻ്റെ പ്രവൃത്തിയിലൂടെ എന്നൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം പോന്നിട്ട് അവന് വേണ്ടിയിട്ട് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ അവനെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അവളെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അവൾ. പിന്നെ അനിരുദ്ധും ആ പെണ്ണും കൂടിയിട്ട് പരിശീലനങ്ങൾ തുടങ്ങുകയാണ്. അവർക്ക് ഇനി എന്തായാലും ആ ഒരു ഷോ പോലെ ഒരു പരിപാടി അവിടെ നടത്തണം. അപ്പോൾ അതിലൂടെ തന്നെ അവർക്ക് എന്തായാലും ഈ ദേശത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ ആ രീതിക്ക് അവർ ആ കത്തി കൊണ്ടുള്ള പരിശീലനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അനിരുദ്ധ ബോന്തയ്ക്ക് കണ്ണാടിയൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അവളത് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിന് ആ ദിവസം എത്തുകയാണ്. അവൻ ആ ദേശത്തിന് വേണ്ടിയിട്ട് അവളുടെ ഒപ്പം സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ള ആ സമയത്താണ്. അപ്പോൾ ബോന്ത ചോദിക്കുന്നുണ്ട്, ഞായറാഴ്ച അല്ലേ, ഇന്ന് നിങ്ങൾക്ക് ജോബൊന്നുമില്ലല്ലോ, ഒരു ഇതില്ലല്ലോ, ജോലിയൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങോട്ടാണ് പോകണമെന്ന് പറയുമ്പോൾ എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് അനിരുദ്ധ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബോന്തേനെ അവിടെ പൂട്ടിയിട്ടിട്ട് അവൻ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ത്രിലോചൻ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ബിനോയ് അതിലൂടെ കടന്നു പോകുമ്പോൾ ത്രിലോചൻ ആളെ വിളിക്കുകയാണ്. അപ്പോൾ നീ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ബിനോയ് പറയാണ്, ഞാൻ സമ്പൂർണ്ണയ്ക്ക് പാദസരം മേടിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീയും ഇനി സമ്പൂർണ്ണയും തമ്മിൽ ഇനിയൊന്നും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, അധികം അടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഒരു കുട്ടി എന്തായാലും ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല, അത് എന്തായാലും നമ്മുടെ കുടുംബം തന്നെ തകർക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബിനോയ്ക്ക്. അപ്പോൾ അച്ഛൻ സമ്പൂർണ്ണോട് പോയിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. ബിനോയ് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് ഇനി ഒരു കുട്ടിയൊന്നും ഇനി ഉണ്ടാവാൻ പോകണില്ല, ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഒരു 3 മക്കളില്ല, അപ്പോൾ അവർ തന്നെ മതി എനിക്ക്, അതിൽ കൂടുതലൊന്നും ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ തമ്മിലൊന്നും ഉണ്ടാവാനൊന്നും പോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബിനോയ് അവളോട് പറയുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ ഇങ്ങനെ എന്തൊക്കെ ചിന്തിച്ചിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബോന്തേനെയാണ്. ബോന്തിത്ത് ആകെ ടെൻഷൻ അടിച്ചിട്ട് നിൽക്കുകയാണ്, ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ അനിരുദ്ധിനെ ഇതുവരെ കാണാനില്ല. പിന്നെ അവൾ അവൻ്റെ ബാഗ് എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കത്തി കിട്ടുകയാണ്. അപ്പോൾ അവൾ ആകെ പേടിക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ ഫീസ് അടക്കാൻ വേണ്ടിയിട്ട് പതിബാബു സ്വന്തം ജീവൻ ആപത്തിലാക്കുന്നുണ്ടോ എന്ന് അവളിങ്ങനെ ആകെ പേടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് അനിരുദ്ധ് ആ ഷോ അവിടെ നടക്കുന്നതാണ്. ഗ്രാമത്തിൻ്റെ ഒരു നടുവിൽ ആയിട്ട് അവർ 2 പേരും കൂടിയിട്ട് ഓരോ ഷോ നടത്തുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, സർക്കസിലൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതേപോലെ തന്നെ അവർ അവിടെ ആൾക്കാരനെ വിളിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോൾ ബോന്തയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് അവൾ ആ വീടിൻ്റെ ജനലല്ലേ, അത് മരത്തുകൊണ്ട് ഉണ്ടാക്കിയതാവും, അപ്പോൾ അത് പൊളിച്ചിട്ട് പുറത്തേക്ക് കിടക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ വരുന്നു പതിബാബു എന്ന് അവൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഇട്ടതാണ്. അപ്പോൾ നാളെ അടാച്ചിട്ടായിരുന്നു ഈ എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും മീറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.